ഹലോ. മലയാളം സാർ, മലയാളം അറിയോ? ഓ, മൈ സിം നോട്ട് വർക്ക്. ഓക്കെ സാർ. സോറി, റോങ് നമ്പർ. ഹേ ഗായ്സ്, അപ്പൊ ഇത്തരത്തിലുള്ള ഒരു സിറ്റുവേഷൻ നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടോ? അതായത് നമ്മൾ ഇതുപോലെ കസ്റ്റമർ കെയർ സപ്പോർട്ടെന്നോ അല്ലെങ്കിൽ നമ്മുടെ ബാങ്കിന്നോ അല്ലെങ്കിൽ എന്തെങ്കിലും ജോബ് ഓറിയന്റഡ് കാര്യത്തിനൊക്കെ നമ്മളെ കോള് വരുമ്പോൾ അവർ സംസാരിക്കുന്നത് ഇംഗ്ലീഷിലായിരിക്കും. പക്ഷെ നമുക്ക് ബേസിക് ആയിട്ടുള്ള ഇംഗ്ലീഷ് കാര്യങ്ങളൊക്കെ അറിയുന്നുണ്ടാവുള്ളൂ. എങ്ങനെ സംസാരിക്കാം, എങ്ങനെ ഇംഗ്ലീഷിൽ സംസാരിക്കണം എന്ന കാര്യങ്ങളൊന്നും അറിയുന്നുണ്ടാവില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? കുറച്ചൊന്ന് സംസാരിച്ച് നമ്മൾ പെട്ടെന്ന് ആ ഒരു കോള് കട്ട് ചെയ്യാൻ നോക്കും അല്ലേ? അതായത് നമുക്ക് ഇൻഫർമേഷനും കാര്യങ്ങളൊന്നും നമുക്ക് കിട്ടിയിട്ടുണ്ടാവില്ല. നമ്മൾ എന്ത് ചെയ്യും? പെട്ടെന്ന് കോള് കട്ട് ചെയ്യും, ഇംഗ്ലീഷ് അറിയാത്തതിന്റെ പേരിൽ. ഓക്കെ, അപ്പൊ അതാണ് ഇന്ന് കോമൺ ആയിട്ടുള്ള ഒരു പ്രോബ്ലം ആണ് നമ്മളെ മലയാളികൾക്കിടയിൽ എന്ന് വേണമെങ്കിൽ പറയാം. ഓക്കെ, ഇംഗ്ലീഷ് അറിയാത്തതിന്റെ പ്രോബ്ലം. ഓക്കെ, അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ മെയിൻ ആയിട്ട് പറയാൻ പോകുന്നത് നിങ്ങൾക്ക് എങ്ങനെ 100% ഫ്രീ ഓഫ് കോസ്റ്റിൽ നിങ്ങൾക്ക് നിങ്ങളെ വീട്ടിലിരുന്നിട്ട് എങ്ങനെ ഇംഗ്ലീഷ് കറക്റ്റ് ആയിട്ട് സ്പോക്കൺ ഇംഗ്ലീഷ് പ്രാക്ടീസ് ചെയ്ത് കറക്റ്റ് ആയിട്ട് പെർഫെക്റ്റ് ആയിട്ട് പഠിക്കുക എന്നാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത്. കാരണം ഇന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇംഗ്ലീഷ് അത്രയും ഇമ്പോർട്ടന്റ് ആണ്. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും ഒരു ജോബ് ഓറിയന്റഡ് കാര്യത്തിന് നമ്മൾ പോവുകയാണെങ്കിൽ നമുക്ക് പേഴ്സണൽ ഇന്റർവ്യൂ ഉണ്ടാവും അല്ലേ? അപ്പൊ ഇന്റർവ്യൂ മെയിൻലി ഇംഗ്ലീഷിലായിരിക്കും. നമുക്ക് എത്ര ടാലന്റ് ഉണ്ട് എന്ന് പറഞ്ഞാലും ചിലപ്പോൾ നമ്മളെക്കാട്ടും ഒട്ടും ടാലന്റ് ഇല്ലാത്ത ആൾക്കാരൊക്കെ ആയിരിക്കും ആ ഒരു ജോബിന് വേണ്ടിയിട്ട് കയറി പോകുന്നത്. എന്തുകൊണ്ട്? ആ ഒരു പേഴ്സണൽ ഇന്റർവ്യൂവില് ഇംഗ്ലീഷ് അറിയാവുന്നതിന്റെ പേരിൽ. ഓക്കെ, നമുക്ക് ഇംഗ്ലീഷ് അറിയുന്നുണ്ടാവില്ല, മെയിൻ ആയിട്ട് കമ്മ്യൂണിക്കേഷൻ കാര്യങ്ങളൊന്നും അറിയുന്നില്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യും? നമ്മളെ റിജക്ട് ചെയ്യും. ഓക്കെ, അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ഇംഗ്ലീഷ് ഇന്ന് ലേൺ ചെയ്യാന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഇമ്പോർട്ടൻ്റ് ആണ്. വർക്കർ ആയിരിക്കട്ടെ, സ്റ്റുഡൻ്റ് ആയിരിക്കട്ടെ, ഹോമിലിരിക്കുന്ന ആരാണെങ്കിലും ഇന്ന് ഇംഗ്ലീഷ് എന്ന് പറഞ്ഞാൽ അത്രയും ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഒരു കാര്യമാണ് ഇവിടെ ഞാൻ എടുത്തു പറയുന്നത്. ഇപ്പം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരുപാടധികം ആപ്സ് ഇറങ്ങിയിട്ടുണ്ട് അല്ലേ? അതായത് ഇംഗ്ലീഷ് ഞാൻ പഠിപ്പിച്ചു തരാമെന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ വാട്സപ്പ് ആയാലും നമ്മളിപ്പോൾ യൂട്യൂബ് കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ നമ്മൾ ഒരുപാടധികം ഇത് കാണുന്നതല്ലേ, ആഡ്സ് കാര്യങ്ങളൊക്കെ കാണാറുണ്ട്. ഈ 2 മാസം കൊണ്ട് ഇംഗ്ലീഷ് പഠിച്ചു തരാം, 1 ആഴ്ച കൊണ്ട് ഇംഗ്ലീഷ് പഠിപ്പിച്ചു തരാം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരുപാടധികം ആഡ്സ് കാര്യങ്ങളൊക്കെ നമ്മൾ കാണാറുണ്ട്. ഓക്കെ, അപ്പം ഇതിൽ നടക്കുന്ന ഒരു തട്ടിപ്പ് ഞാൻ പറഞ്ഞുതരാം. ഇത് മെയിൻലി പെയ്ഡ് ആയിരിക്കും. അവർ നമ്മളെ അടുത്ത് ഇങ്ങനെയായിരിക്കും ആഡിൽ പറയുന്നത്. അതായത് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഒരു വർക്ക്ഷോപ്പ് വെച്ചിട്ടുണ്ട്, അതിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇംഗ്ലീഷ് പഠിക്കാന്ന് പറഞ്ഞിട്ടായിരിക്കും അവർ വെച്ചിട്ടുണ്ടാവുക. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ആ ഒരു വർക്ക്ഷോപ്പിൽ കയറി കഴിഞ്ഞാൽ അവർ നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ഇംഗ്ലീഷിൽ പറഞ്ഞു തരും. എന്നിട്ട് അറ്റ് ദ ലാസ്റ്റ് നമുക്ക് ആ ഒരു കാര്യം അവർ മുഴുമിച്ചിട്ടുണ്ടാവില്ല. അവർ അതിന്റെ പകുതി എത്തിയിട്ട് പറയും, ഇനി ഇതിൽ കൂടുതൽ അറിയണമെങ്കിൽ നിങ്ങൾ മന്ത്ലി സബ്സ്ക്രിപ്ഷൻ എടുത്തിട്ട് ഞങ്ങളെ സൈറ്റിൽ കയറണം എന്ന് പറയും. ഓക്കെ, അപ്പോൾ മന്ത്ലി സബ്സ്ക്രിപ്ഷൻ 999, അതായത് 999 കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ നിങ്ങൾ അത് മന്ത്ലി പേ ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് പേയ്മെന്റ് കൊടുത്തിട്ട് നമ്മൾ അതിലേക്ക് കയറാനുള്ള ഒരു അവസ്ഥയിൽ എത്തുന്നുണ്ട്. ഓക്കെ, അപ്പം അത് ഇനി നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അത് ഫുള്ള് കംപ്ലീറ്റ് ചെയ്യുമെന്ന് നോക്കിക്കഴിഞ്ഞാൽ ആരും തന്നെ അത് കംപ്ലീറ്റ് ചെയ്യില്ല. ആകെ 2-3 പേര്. ഇപ്പോൾ 10 ആൾ കയറി കഴിഞ്ഞാൽ 2-3 പേര് മാത്രമേ കംപ്ലീറ്റ് ചെയ്യുള്ളൂ. കാരണം ആ ഒരു ക്ലാസ്സിൽ കയറി കഴിഞ്ഞാൽ അവർ ജസ്റ്റ് എന്ത് ചെയ്യും? നമുക്ക് പേഴ്സണൽ ട്യൂട്ടർ ഉണ്ട്, നമുക്ക് ഓരോ ആൾക്കാരെയും നോക്കാൻ ട്യൂട്ടർ ഉണ്ട്, കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടായിരിക്കും നമ്മൾ അതിൽ കയറ്റുന്നുണ്ടാവുക. പക്ഷെ അതിൽ നമുക്ക് അത്രത്തോളം വാല്യൂ കാര്യങ്ങളൊന്നും കിട്ടുന്നുണ്ടാവില്ല. നമ്മൾ 2-3 ക്ലാസ് കഴിഞ്ഞിട്ട് നമ്മളത് നിർത്തും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യും? പൈസയും നഷ്ടമായി, ഇംഗ്ലീഷ് കിട്ടുകയും ചെയ്തില്ല, നമുക്ക് കൂടുതൽ ടെൻഷനുമായി ഇംഗ്ലീഷ് പഠിക്കാൻ പറ്റുമെന്ന്. അവർക്ക് എന്ത് കിട്ടി? അവർക്ക് പൈസയും കിട്ടി, അവർ അതുകൊണ്ട് ജീവിച്ചോളും. ഓക്കെ, അപ്പൊ ഗൈസ്, നമുക്ക് എങ്ങനെ ഫ്രീ ഓഫ് കോസ്റ്റിൽ ഇംഗ്ലീഷ് പഠിക്കാമെന്ന് ഞാൻ കറക്റ്റ് ആയിട്ട് പറഞ്ഞുതരാം. ഓക്കെ, അപ്പൊ നമ്മൾ പണ്ട് മുതലേ കേൾക്കുന്ന ഒരു കാര്യമാണ്, നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്താൽ മാത്രമേ നമ്മൾ ഇംഗ്ലീഷ് ഇംപ്രൂവ് ചെയ്യുള്ളൂ എന്ന്. ഓക്കെ, പക്ഷെ പലവർക്കും ഇന്ന് അത് ചെയ്യുന്നില്ല. പലവർക്കും അതിനോടൊരു പേടിയാണ്. കാരണം നമ്മൾ ഇംഗ്ലീഷ് വേറൊരാളടുത്ത് സംസാരിക്കുമ്പോഴാണല്ലോ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ വേറൊരാളടുത്ത് ഇംഗ്ലീഷ് സംസാരിക്കുമ്പോൾ നമ്മൾക്ക് ഇംഗ്ലീഷ് അറിയില്ല എന്നുള്ള ഒരു കാര്യം അവരും കൂടി അറിയണം. അതായത് നമ്മളൊരു ജഡ്ജ്മെന്റിന് വിധേയമാവാണ്. അതായത് മറ്റുള്ളവരുടെ മുന്നിൽ നമ്മൾ താന്നു പോകുമെന്നുള്ള ഒരു തോന്നൽ കാരണം ഇന്ന് ആരും അത്തരത്തിൽ കമ്മ്യൂണിക്കേറ്റ്, ഇപ്പം ഇംഗ്ലീഷ് അത്ര അറിയാത്ത ഒരാൾ അങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാറില്ല. ഓക്കെ, അപ്പൊ മെയിൻലി അങ്ങനെ ചെയ്യാറില്ല. അപ്പൊ നമുക്ക് എങ്ങനെ പഠിക്കാൻ പറ്റും? നമ്മൾ അങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് പഠിക്കാൻ പറ്റും? ഇല്ല. അപ്പൊ അതിനുള്ള ഒരു സൊല്യൂഷനാണ് ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്നത്. അതായത് നമുക്ക് ChatGPT, അതായത് ChatGPT ഇന്ന് ഈസിലി ആക്സസിബിൾ ആണ്. ആർക്ക് വേണമെങ്കിലും പ്ലേ സ്റ്റോറിൽ പോയിട്ട് ChatGPT ഡൗൺലോഡ് ചെയ്യാം. അതായത് ഫ്രീ ഓഫ് കോസ്റ്റിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയുള്ള ഒരു AI പ്ലാറ്റ്ഫോമാണ്. അപ്പൊ അതിൽ പോയിട്ട് നമുക്ക് കറക്റ്റ് ആയിട്ട് ഇംഗ്ലീഷ് പഠിക്കാൻ പറ്റും. അതിൽ നമ്മൾ ഇത്തരത്തിലുള്ള ടെൻഷനോ കാര്യങ്ങളോ ഒന്നും വേണ്ട. അത് നമ്മളെ ജഡ്ജ്മെന്റോ കാര്യങ്ങളോ ഒന്നും ചെയ്യില്ല. നമുക്ക് കറക്റ്റ് ആയിട്ട് സിമ്പിൾ ഇംഗ്ലീഷ് അത് പറഞ്ഞു തരും. ഓക്കെ, അപ്പൊ അതിലൂടെ നമുക്ക് എങ്ങനെ ഇംഗ്ലീഷ് പഠിക്കാമെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത്. അപ്പൊ ഗൈസ്, നമുക്ക് ChatGPT എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കുറെ അധികം പ്രോംപ്റ്റ് കൊടുക്കാം. അതായത് ChatGPT, I want to learn English from basics, can you help me step by step? ഓക്കെ, അപ്പൊ അത്തരത്തിലുള്ള കുറച്ച് പ്രോംപ്റ്റ് ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഈ പ്രോംപ്റ്റ് ടൈപ്പ് ചെയ്തിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇംഗ്ലീഷ് പഠിക്കാം.
പക്ഷെ അതിനെക്കാട്ടും എഫക്റ്റീവ് ആയിട്ടുള്ളൊരു മെത്തേഡ് ഞാൻ കണ്ടെത്തിയിട്ടുണ്ട്. അതായത് നമുക്ക് ഇന്ററാക്ട് ചെയ്യാം ചാറ്റ് GPT-നോട്. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ പറയാൻ പോകുന്നത് 3 സ്റ്റെപ്പായിട്ട് ഞാൻ പറഞ്ഞുതരാം. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇംഗ്ലീഷ് അറിയാം, ബേസിക് ആയിട്ട് നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ അറിയാം. പിന്നെ നിങ്ങൾക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള കുറച്ച് പ്രോബ്ലംസ്, അതായത് നിങ്ങൾക്ക് ഹൈലി നല്ല രീതിക്ക് നിങ്ങളെ കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഇമ്പ്രൂവ് ചെയ്യണമെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ, ന്യൂ ചാറ്റ് ഇതിലെടുത്തിട്ട് നിങ്ങൾ അടിയിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ഈ ഒരു വോയിസ് ഓവറിന്റെ സൈഡിൽ നിങ്ങൾക്ക് ഒരു ബട്ടൺ കാണാം. ആ ഒരു ബട്ടൺ നിങ്ങൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ ഒരു AI പോപ്പപ്പ് ചെയ്ത് വന്നിട്ടുണ്ട്. ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം, ഇതിലുമായിട്ട് നമുക്ക് ഇന്ററാക്ട് ചെയ്ത് സംസാരിച്ച് കഴിഞ്ഞാൽ നമുക്ക് അതിനെ പറ്റിയിട്ടുള്ള ഓരോ കാര്യങ്ങൾ അത് നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരും. അപ്പൊ നമുക്കൊന്ന് നോക്കി നോക്കാം. ഓക്കെ, അപ്പൊ ഗൈസ് ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ പറയാൻ പോകുന്നത്, നിങ്ങൾക്ക് തീരെ ഇംഗ്ലീഷ് അറിയില്ല, അതായത് ഇംഗ്ലീഷ് കണ്ട് കുറച്ചൊക്കെ മനസ്സിലാവും, പക്ഷെ തീരെ പറയാൻ അറിയില്ല. മലയാളം നിങ്ങൾക്ക് എന്ത് ചെയ്യണം, ഇംഗ്ലീഷിലേക്ക് കൺവേർട്ട് ചെയ്തെടുക്കണം. അപ്പൊ അതിന് വേണ്ടിയുള്ള സിമ്പിൾ മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് ഇതിലോട് മലയാളം പറഞ്ഞിട്ട് അതിന്റെ ഇംഗ്ലീഷ് എങ്ങനെയാണെന്ന് നമുക്ക് പഠിക്കാൻ പറ്റും. ഓക്കെ, ഞാൻ എങ്ങനെയാ പറഞ്ഞുതരാം. ഇവിടെ നിങ്ങൾ സൈഡിൽ കാണുന്ന ആ ഒരു ബട്ടൺ ഞെക്കി കഴിഞ്ഞാൽ നമുക്ക് AI പോപ്പപ്പ് ചെയ്ത് തന്നെയുണ്ട്. സോ ഹലോ ചാറ്റ് GPT, I will talk to you in Malayalam. Can you please convert it into English and give to me? Of course. Feel free to speak in Malayalam and I'll help translate it into English for you. Go ahead. എനിക്ക് അവിടെ പോണം. What is the English for that? The English translation for Niki avade ponam is I want to go there. കണ്ടോ? അപ്പോൾ അത്തരത്തിൽ നമുക്ക് പഠിക്കാൻ പറ്റും. എനിക്ക് കടയിൽ പോയി സാധനം വാങ്ങണം. The English translation for Eniki kadayil poi sadhanam vaanganam is I need to go to the shop and buy things. എനിക്ക് ഒരുപാട് ആഗ്രഹങ്ങളുണ്ട്, അതൊക്കെ എനിക്ക് നിറവേറ്റണം. The English translation for Eniki ഒരുപാട് ആഗ്രഹങ്ങളുണ്ട്, അതൊക്കെ എനിക്ക് നിറവേറണം is I have many desires. I want to fulfill all of them. കണ്ടോ? അപ്പോൾ ഇത്തരത്തില് നമ്മൾ മലയാളം സെന്റൻസ്, മലയാളം കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ അതിന്റെ ഇംഗ്ലീഷ് നമുക്ക് അവർ കറക്റ്റ് ആയിട്ട് പറഞ്ഞുതരും. ഓക്കെ, അപ്പൊ ഇതിലൂടെ നമുക്ക് ഒരുപാട് ഇംഗ്ലീഷ് കാര്യങ്ങളൊക്കെ പഠിക്കാൻ പറ്റും. ഓക്കെ, ഇനിയിപ്പോ നിങ്ങൾക്ക് ബേസിക് ആയിട്ട് ഇംഗ്ലീഷ് അറിയാമെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ, ദിവസം ഒരു 30 മിനിറ്റ് എടുത്തിട്ട് ഇതിനോട് സംസാരിക്കുക. അതായത് AI-നോട് സംസാരിക്കുക, ജസ്റ്റ് ചിറ്റ് ചാറ്റ് ചെയ്യുക. അതായത് എന്തെങ്കിലുമൊക്കെ ടോപ്പിക്കിനെ കുറിച്ചിട്ട് നമുക്ക് സംസാരിക്കാം. സപ്പോസ് ഞാൻ പറഞ്ഞുതരാം അതെങ്ങനെയാണ് നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. നിങ്ങൾ ജസ്റ്റ് അത് എടുക്കുക. Hey ChatGPT, I want to learn English. My communication is not good. So will you speak to me in very simple language so that I can learn English? Sure, I'll use simple words. Let's start. How are you today? I am fine. How are you? I'm good, thank you. What did you do today? I am planning to do a video on how to learn English today. That sounds great. Are you making a video to help others learn English? Yeah, absolutely. That's awesome. You can share simple tips like practicing every day and speaking with friends. Good luck with your video. Thank you. So let us talk about any other topics like plants. Sure. Do you have any favorite plants? Or would you like to know about common houseplants? Yeah, common house plants. Great. How about some common houseplants? For example, the spider plant is easy to care for and has long green leaves. Another one is the peace lily. കണ്ടോ ഗൈസ്, അപ്പോൾ ഇതുപോലെ നമ്മൾ സംസാരിക്കാം. എന്തെങ്കിലും ഒരു ടോപ്പിക്കിനെ പറ്റിയിട്ട് നമ്മൾ ജസ്റ്റ് നമുക്ക് എന്ത് ചെയ്യുക, ഒരു 10-20 മിനിറ്റ് നമ്മൾ എന്ത് ചെയ്യുക, ഇതിനോട് ഇങ്ങനെ സംസാരിച്ച് കഴിഞ്ഞാൽ നമ്മൾ ദിവസം അത് ചെയ്യുന്നതിലൂടെ നമ്മൾ ഇംഗ്ലീഷ് നല്ല രീതിക്ക് ഇമ്പ്രൂവ് ചെയ്യും. അപ്പോൾ അത്തരത്തിലും നിങ്ങൾക്ക് ലേൺ ചെയ്യാം. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഒട്ടും ഇംഗ്ലീഷ് അറിയില്ല, തീരെ ഇംഗ്ലീഷ് അറിയില്ല, വേർഡ്സ് കാര്യങ്ങളൊന്നും അറിയില്ലെങ്കിൽ നമുക്ക് ഇതിനോട് എന്ത് ചെയ്യാം, കുറെ അധികം വേർഡ്സ് കാര്യങ്ങളൊക്കെ ചോദിക്കാം. അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം, പ്രോംപ്റ്റ് ടൈപ്പ് ചെയ്യണം. ഐ നീഡ് ടു ലേൺ ഇംഗ്ലീഷ്, സോ വിൽ യു ഹെൽപ്പ് മീ വിത്ത് ദാറ്റ്, സോ ഐ വാണ്ട് ടു ലേൺ സം വേർഡ് ബൈ വേർഡ്സ്. അപ്പം നമുക്ക് എന്ത് ചെയ്യും, കുറച്ച് വേർഡ്സ് കാര്യങ്ങളൊക്കെ തരും. അപ്പം നമ്മൾ ദിവസം കുറേ അധികം വേർഡ്സ് നമ്മൾ എന്ത് ചെയ്യണം, വായിച്ച് പഠിക്കണം. അതിന്റെ മലയാളം എന്താണോ അതിന്റെ ഇംഗ്ലീഷ് എന്താണോ കറക്റ്റായിട്ട് മനസ്സിലാക്കണം. അപ്പോൾ നമ്മൾ ഒരുപാട് വേർഡ്സ് നമ്മൾ അത്തരത്തിൽ പഠിക്കുമ്പോൾ പിന്നെ ഓട്ടോമാറ്റിക്കലി നമുക്ക് സെന്റൻസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും, നമ്മൾ ഇതിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇത്തരത്തിലാണ് ഇംഗ്ലീഷ് പഠിക്കേണ്ടത്. അല്ലാതെ നമ്മൾ നേരത്തെ ചെയ്ത മാതിരി ഓരോ അധികം ആപ്സിൽ, അതായത് പെയ്ഡ് ആയിട്ട് തന്നെ പഠിക്കുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഓരോ അധികം ആപ്സിലൊക്കെ പോയിട്ട് വെറുതെ നമ്മുടെ പൈസയും ചിലവാകും, നമ്മുടെ ടൈമും വേസ്റ്റ് ആവും, അങ്ങനെ ഒരു കാര്യം ഇല്ലാതെയാവും. ഓക്കെ, അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, ഇത്തരത്തിൽ നമുക്ക് ഫ്രീ ആയിട്ട് പഠിക്കാൻ ഒരുപാട് അധികം റിസോഴ്സസ് ഉണ്ട്. അതിലൂടെ നിങ്ങൾ എന്ത് ചെയ്യുക, ഇമ്പ്രൂവ് ചെയ്യാൻ നോക്കുക. ഓക്കെ, ഞാൻ വേറൊരു കാര്യം കൂടി പറഞ്ഞുതരാം. അത് മാത്രം കണ്ടുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യരുത്, ഇംഗ്ലീഷ് പഠിക്കരുത്. നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ലേൺ ചെയ്യാം. വേറെ മെത്തേഡ്സ് ഞാൻ പറഞ്ഞുതരാം. ഒരു എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു മെത്തേഡാണ്
ലൈക്ക് നിങ്ങൾ ചെയ്യുന്ന ഡെയിലി ആക്ടിവിറ്റീസ് ഉണ്ടല്ലോ, കോംപ്രഹെൻസീവ് ലേണിംഗ് എന്ന് പറഞ്ഞ മാതിരി നിങ്ങൾ ഡെയിലി ആക്ടിവിറ്റീസിൽ എന്ത് ചെയ്യുക, ഇംഗ്ലീഷ് സെന്റൻസ് ഫോർമേഷൻ ചെയ്യുക. അതായത് നിങ്ങളൊരു വെള്ളം കുടിക്കുകയാണ്, അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, മനസ്സിൽ ചിന്തിക്കുക, ഇംഗ്ലീഷിൽ അത് സെന്റൻസ് വെക്കുക, ഐ ആം ഡ്രിങ്കിങ് എ വാട്ടർ. നിങ്ങളൊരു വാതിൽ തുറക്കുകയാണ്, ഐ ആം ഓപ്പണിങ് എ ഡോർ. അങ്ങനെ ഐ ആം ഇപ്പോൾ ഒരു ചെയറിൽ ഇരുന്ന് കഴിഞ്ഞാൽ അത് മനസ്സിൽ കാണുക, ഐ സിറ്റ് ഓൺ ദ ചെയർ. അങ്ങനെ നിങ്ങൾ അത് ഇംഗ്ലീഷിൽ ഫോർമേഷൻ ചെയ്യാൻ നോക്കുക. എന്തെങ്കിലും ഫാനോ ലൈറ്റോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഐ സ്വിച്ച് ഓൺ ദ ഫാൻ, ഐ സ്വിച്ച് ഓഫ് ദ ലൈറ്റ്. അങ്ങനെ കാര്യങ്ങൾ നിങ്ങൾ മനസ്സിൽ ഇമാജിൻ ചെയ്ത് നിങ്ങൾ എന്ത് ചെയ്യുക, നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇംഗ്ലീഷ് എളുപ്പത്തിൽ പഠിക്കാൻ പറ്റും. ഓക്കെ, അപ്പം ഈ ഒരു 2 മെത്തേഡ് മാത്രം മതി നിങ്ങൾക്ക് ഇംഗ്ലീഷ് നന്നായിട്ട് പഠിക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, അല്ലാതെ നിങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞ ആപ്സിനോ കാര്യങ്ങളോ ഒന്നും തേടി പോകേണ്ട ആവശ്യമില്ല. ഓക്കെ, അപ്പം ഈ ഒരു 2 മെത്തേഡ് നിങ്ങൾ കറക്റ്റായിട്ട് ഫോളോ ചെയ്യുക. അപ്പം ഓട്ടോമാറ്റിക്കലി നിങ്ങൾ ഇംഗ്ലീഷ് ഡേ ബൈ ഡേ പഠിച്ചോളൂ. ഓക്കെ, അപ്പൊ ഗൈസ് ഇനിയെങ്കിലും നിങ്ങൾ ഇംഗ്ലീഷ് അറിയില്ല എന്ന് ഓർത്തിട്ട് ഇത്തരത്തിൽ പേടിച്ച് നിൽക്കാൻ പാടില്ല. നിങ്ങൾ ഈ ഒരു മെത്തേഡ് ഉപയോഗിച്ച് നിങ്ങൾ മാക്സിമം ട്രൈ ഔട്ട് ചെയ്യാം. നിങ്ങൾക്ക് നന്നായിട്ട് ഇംഗ്ലീഷ് സ്പീക്ക് ചെയ്യാൻ പറ്റും. ഇനി നിങ്ങൾ ഇതുപോലെ ഫോൺ കോളോ കാര്യങ്ങളൊക്കെ ഒന്ന് വന്നു കഴിഞ്ഞാൽ കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. അവരെന്നെയും അടുത്തിട്ട് കട്ട് ചെയ്യേണ്ട ഒരു അവസ്ഥയിലാക്കി മാറ്റുക. നിങ്ങൾ നല്ല രീതിക്ക് ഇംഗ്ലീഷ് അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങളാണ് പറയാനുള്ളത്. സിമ്പിൾ ആയിട്ടുള്ള കാര്യം പറഞ്ഞിട്ടുള്ളൂ, വേറെ കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു കാര്യം പറഞ്ഞിട്ടില്ല. നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഗ്രാമർ, നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള വൊക്കാബുലറി കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഈ ഒരു മെത്തേഡിൽ നിങ്ങൾ പഠിക്കുന്നവരോടെ ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, അല്ലാതെ മറ്റുള്ളവർ പറയുന്ന മാതിരി നിങ്ങൾ ഗ്രാമർ പഠിക്കണം, നിങ്ങൾ മറ്റേ കഞ്ചക്ഷൻ, മറ്റേ തേങ്ങ മാങ്ങയൊക്കെ പഠിക്കണം, അങ്ങനെ പഠിച്ചിട്ട് കാര്യമില്ല. ആ ഒരു സ്പോക്കൺ ലാംഗ്വേജിൽ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്ക് ഈ ഒരു ഗ്രാമർ, പ്രസന്റ് ടെൻസ്, പാസ്റ്റ് ടെൻസ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യും, മൈൻഡിൽ കാര്യങ്ങൾ കിട്ടാൻ തുടങ്ങും. ഓക്കെ, അല്ലാതെ നിങ്ങൾ വലിയ വലിയ ബുക്കോ കാര്യങ്ങളോ ഒന്നും വാങ്ങണ്ട. നമ്മളോട് പലരും പറയും ഇത്ര ഈ ഒരു ബുക്ക് വാങ്ങിയിട്ട് ഈ ഒരു ബുക്ക് പഠിച്ചാൽ മതി എനിക്ക് ഇംഗ്ലീഷ് വായിക്കാൻ വേണ്ടിയിട്ട്. അതിൻ്റെ ഒരു ആവശ്യമില്ല. ഇന്ന് ഈ ഒരു AI ചാറ്റ് ബോട്ട് ഉപയോഗിച്ചിട്ട് നമുക്ക് കറക്റ്റായിട്ട് ഇംഗ്ലീഷ് പഠിക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങളാണ് ഇതിലൂടെ എനിക്ക് ഷെയർ ചെയ്യാനുള്ളത്. അപ്പം ഇനി നിങ്ങൾ ഇംഗ്ലീഷ് പഠിക്കാൻ തുടങ്ങുന്നവർ ജസ്റ്റ് സ്റ്റാർട്ട് എന്ന് നമ്മളൊരു കമന്റ് ബോക്സിൽ ഒന്ന് കമന്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഗൈസ് ഇത്രയൊക്കെ പറയാനുള്ളൂ. അപ്പോൾ ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസ് കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ ഇനി വരുന്നതായിരിക്കും. അപ്പോൾ ഇതായിരിക്കും ഇറ്റ്സ് മീ നവനീത് സൈനിങ് ഓഫ്.